Can I come in, ma'am? Yes, come in. Ma'am, appointment letter. I have already sent you a mail. അച്ഛാ, ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ജോലി കിട്ടി. മാസം 1,00,000 രൂപ ശമ്പളം. I swim English, I fly English, I listen English, I read English, I work in office in English. Hi, I am Rajamauli. I am VV Vinayak. I am Shekhar Kamla. അല്ല ഇതെന്താ എല്ലാ ഡയറക്ടേഴ്സും നമ്മുടെ ഈ കമ്പനിയിലാണോ ജോലി ചെയ്യുന്നത്? ഹായ്, ഐ ആം അർജുൻ. അവർക്ക് എന്നെ ഇഷ്ടമല്ല. ഫ്യൂച്ചറിൽ ഒരു പക്ഷേ നിനക്കും ഇഷ്ടമല്ലാതാകും. ഇപ്പൊ തന്നെ നമുക്കൊന്ന് പരിചയപ്പെടാം. ശിവ, ട്വിറ്ററിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യാം. ഈവനിങ് സംസാരിക്കാം. നല്ല ഓഫീസ്. എവിടെ സ്ഥലം? രാമപുരം. രാമപുരത്താണോ? രാമപുരത്ത് എവിടെയാണേ? കീഴാച്ചേരി. അവിടാണോ? ഞാൻ അതിന് തൊട്ടടുത്തല്ലേ താമസിക്കുന്നേ. കഴിഞ്ഞു നിന്റെ ഇൻട്രോ സെഷൻ ഒക്കെ? അത് ആ കുട്ടിയുടെ എന്റെ നാട് ഒരേ അടുത്താ, അതുകൊണ്ട്. അപ്പൊ ലീവ് കിട്ടുമ്പോ ഒരുമിച്ച് രണ്ടുപേർക്കും നാട്ടിൽ പോവാം. അതിനു മുൻപ് ഇവിടുത്തെ ജോലിയൊക്കെ ഒന്ന് തീർക്ക്. അപ്പോ രാമപുരത്തുകാരിയാണല്ലേ? Hello Shashi, you are looking gorgeous. Thank you. How about coffee? I have boyfriend. ഞാൻ വെറുതെ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ചോദിച്ചതാ. That's okay. Ashok. Yeah. Sorry. Maybe some other time. നീ ജോയിൻ ചെയ്തതിന് ശേഷം രാമപുരത്തുള്ള എല്ലാവരും ഇവിടെ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. താങ്ക് യു. അതിന്റെ വർത്താനം കേട്ട് നീ സന്തോഷിക്കുകയാണല്ലേ? നാടൻ ഭാഷയെ നിന്നെ ചീത്ത വിളിച്ചതാ. എന്താ ഇങ്ങനെ പറയുന്നേ? ഞാൻ പോസിറ്റീവായിട്ടാ പറഞ്ഞേ. എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യും മാഡം. ഞാൻ പറയത്തില്ല, നീ തന്നെ പറ. എന്തായാലും അവന് മലയാളം അറിയത്തില്ല, നിനക്കൊട്ട് ഹിന്ദി അറിയത്തില്ല. ഈ ഒരു തവണ മാഡം ഓർഡർ ചെയ്യേ. എന്നെ വെറുതെ നാണം കെടുത്തല്ലേ? അത് സാരമില്ല, ജീവനൊന്നും പോത്തില്ലല്ലോ. നീ ഓർഡർ ചെയ്. Thank you, madam. ലെറ്റ്സ് ഗോ മാഡം. എന്ത് ജോലിയാണെങ്കിലും നമ്മളെ കൊണ്ട് ആദ്യം പറ്റില്ലെന്നേ പറയത്തുള്ളൂ. എന്നാ പരിശ്രമിക്കുവോ അതില്ല. പക്ഷെ അതിനെ ചെയ്തേ പറ്റൂന്ന് അറിയുമ്പോ നമ്മൾ അറിയാതെ ചെയ്തു പോകും. അതിനെയാണ് സർവൈവൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഏത് സിറ്റുവേഷനിലും നീ ഇങ്ങനെ തന്നെ ട്രൈ ചെയ്യാൻ നോക്കണം. ഒരുപക്ഷെ നീ വേണ്ടെന്ന് പറഞ്ഞാലും നീ അറിയാതെ പഠിച്ചു പോകും. ഒന്ന് നീ ലാംഗ്വേജിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നീ ശരിക്കും പഠിക്കും. എന്തായാലും നീ വീട്ടിലേക്ക് വാ, നൈറ്റ് ക്ലാസ് എടുക്കാൻ നോക്കട്ടെ. നൈറ്റ് ക്ലാസ്സോ? ഹായ് മാഡം. ഹായ്, കം ഇൻ. വീട് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. താങ്ക്സ്. ഇത്രയും വലിയ വീട്ടില് മാഡം ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? അതെ, എന്തേ? മാഡത്തിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു. ഞാനായിരുന്നു ഇവിടെയെങ്കിൽ ഒറ്റയ്ക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നടന്ന് വെറുതെ സമയം കളഞ്ഞേനെ. എന്തേ, ഇയാൾക്ക് പേടിയാ? ചേച്ചേ, പേടിച്ചിട്ടൊന്നുമല്ല. പിന്നെ? ഇല്ലെങ്കിലും ചെറിയൊരു പേടി. അല്ല മാഡം, ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുമ്പോ ബോറടിക്കുന്നില്ലേ? ബോറൊക്കെ അടിക്കും, പക്ഷെ എനിക്കിവിടെ ഫ്രണ്ട്സ് ആയിട്ട് ആരുമില്ല. അപ്പോ മാഡം എന്നെ ഒരു ഫ്രണ്ടായിട്ട് പോലും കാണുന്നില്ലല്ലേ? ഇല്ലല്ലോ. എന്താ മാഡം ഇങ്ങനെ എന്റെ മുഖത്തടിച്ച പോലെ പറഞ്ഞു കളഞ്ഞത്? നീ എന്ത് കുന്തം ചെയ്തിട്ടാ ഞാൻ നിന്നെ ഫ്രണ്ടായിട്ട് കാണണ്ടേ? എന്നെ ഇത്ര ഇംഗ്ലീഷ് പഠിപ്പിച്ചില്ലേ, അപ്പൊ കണ്ടുകൂടെ അങ്ങനെ? ഹലോ, ഞാൻ നിനക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരുവാ, അതും ഫീസ് പോലും വാങ്ങാണ്ട്. അത് സത്യമാണ്. ലോങ് വീക്കെൻഡ്. ഇവിടെ നല്ല ബോറടിയാ, പക്ഷെ നാട്ടിൽ പോകാനും തോന്നുന്നില്ല. എന്നാ പിന്നെ എവിടേക്കെങ്കിലും ട്രിപ്പ് പോയിക്കൂടെ? എന്റെ ഫ്രണ്ട് ആണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. എന്താ ചെയ്യണ്ടേ? എന്നെ ഏതെങ്കിലും നല്ലൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. എന്താ പറഞ്ഞേ? ഞാൻ കൊണ്ടുപോകണമെന്നോ? ഞാൻ മാഡത്തിനെ കൊണ്ടുപോകണമെന്നോ? എന്നാ ഓഫീസിലുള്ള എല്ലാരും കൊണ്ടുപോയാലോ? അത് പിന്നെ ഞാൻ അങ്ങനെ നല്ല ഉദ്ദേശിച്ചത്. എങ്ങനെ പോകുന്ന ആലോചിക്കായിരുന്നു. അത് നിന്റെ ബൈക്കിൽ പോയാ പോരെ? ബൈക്കിൽ പോവാനോ? ഓക്കെ, എവിടെ പോവാന്ന് പറയൂ. ഷേടാ, നീ എന്താ ഇത്ര ആലോചിക്കുന്നത്? നീ ആദ്യം രാവിലെ ബൈക്ക് എടുത്തോണ്ട് പോവാ, എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? അതെന്തൊരു ചോദ്യ? എനിക്ക് 10-15 കേസുണ്ട്. എന്നാ കഥ പറ കേക്കട്ടെ. ഒരു ദിവസം ബസ് സ്റ്റോപ്പില് ബസ് വരുന്ന നോക്കി കാത്തിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ച വണ്ടി വന്നില്ല. പക്ഷെ വന്ന വണ്ടിയിൽ ഒരു പെണ്ണ് എന്നെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. എന്റെ മനസ്സിൽ അവളായിരിക്കും ഇനി എന്റെ പെണ്ണെന്ന് വിചാരിച്ചു. അവളും ഞാനുമായിട്ടുള്ള ജീവിതം സ്വപ്നം കണ്ട് ഞാൻ കണ്ണടച്ചിരുന്നു. അത്രേ ഉള്ളൂ.
ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോഴേക്കും അവൾ അവളുടെ പാട്ടിന് പോയി. ആ ഇതെന്തോന്ന് പ്രേമോ? പ്രേമമുണ്ട്, അതെന്റെ മനസ്സിനകത്തായിരുന്നു. അപ്പൊ നിന്റെ എല്ലാം സിംഗിൾ സൈഡ് ലവ് സ്റ്റോറി ആണല്ലേ? പിന്നെ ഒരു ദിവസം അമ്പലത്തിൽ പോയ സമയത്ത് നമ്മൾ ഈ പ്രസാദം മേടിക്കില്ലേ, അത് വാങ്ങിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ദേ നിൽക്കുന്നു ദേവതയെ പോലൊരു കുട്ടി. അത്രേ ഉള്ളൂ. അതോടെ ഞങ്ങളെ കല്യാണം കഴിയുന്നു, ഞങ്ങൾക്ക് കുട്ടികളാകുന്നു, ആ കുട്ടികളുടെ കല്യാണം വരെ കഴിയുന്നു. ബുക്ക് തരുന്ന സമയത്ത് ആ പെണ്ണിന്റെ കയ്യിലൊന്നും തൊട്ട അവിടെ ഒരു ലവ് സ്റ്റോറി. പുറകിലോട്ട് തിരിഞ്ഞു പോകുന്ന പെണ്ണിന്റെ മുടി എന്റെ മുഖത്ത് കൊണ്ട അവിടെ പിന്നെ ലവ് സ്റ്റോറി. ഫ്രണ്ട്സിനോട് സംസാരിച്ചിരിക്കുന്നതിനിടയിൽ എന്നെ നോക്കിയെന്ന് വെറുതെ ചിരിച്ചാ നമ്മളെ നോക്കിയാണല്ലോ ചിരിച്ചെന്ന് പറഞ്ഞ് നമ്മുടെ ഫ്രണ്ട്സിന് ഒരു പാർട്ടി കൊടുത്താൽ ഇതേ പിന്നെ ലവ് സ്റ്റോറി. ഇതുപോലെയൊക്കെ ആലോചിച്ച് കൂട്ടുന്ന എന്നെ പോലെയുള്ള ആമ്പിള്ളേർക്ക് ഒന്നല്ല 1000-ലധികം ലവ് സ്റ്റോറി ഉണ്ടാവും. മതി മതി മതി. എന്നെ പറ്റി ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇയാളെ പറ്റി പറ. എനിക്കൊരു ലവ് സ്റ്റോറി ഉണ്ട്, എന്റെ സീനിയറുമായിട്ട്. അവനുമായിട്ട് ബ്രേക്കപ്പ് ആയ സമയത്ത് നിന്നെ ഞാൻ ആദ്യമായിട്ട് കണ്ടത്. അത്രേ ഉള്ളൂ. ഞാൻ വെറുതെ ഈ കിസം അന്ന് എനിക്ക് തന്ന പോലെയാണോ? അതൊരു ആക്സിഡന്റ്, ഇത് കമ്മിറ്റ്മെന്റ്. അന്ന് അവനോടുള്ള ദേഷ്യത്തിലാണ് ഞാൻ ചെയ്ത്. ഇന്ന് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ തന്നെ. ഒരുപാട് പേർക്ക് ആദ്യം കാണുമ്പോഴേ ഇഷ്ടം തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടം തോന്നിയത് ആദ്യത്തെ കിസില. ഐ ലവ് യു ശശി. ശിവ, നിനക്ക് മൈൻഡ് റീഡിങ്ങിനെ പറ്റി എന്തെങ്കിലും അറിയോ? ഞാൻ നിന്നോട് പറയാൻ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നീ ഇപ്പൊ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഐ ലവ് യു ടു ശിവ. എന്നെക്കൊണ്ട് ഈ ഗേറ്റ് വരെ പോലും നിന്നെ പിരിഞ്ഞു പോകാൻ പറ്റുന്നില്ല. നീ എന്റെ കൂടെ ഉള്ള സമയത്ത് ഞാൻ എന്ത് ഹാപ്പി ആയിരുന്നെന്നറിയോ? എനിക്കും അങ്ങനെ തന്നെ. These 3 days are the best days in my entire life. എപ്പോഴും ആഘോഷങ്ങൾ മാത്രമേ എനിക്ക് ഓർമ്മ ഉണ്ടാവാറുള്ളൂ. എന്നാ ഈ 3 ദിവസം അതിനേക്കാളൊക്കെ എനിക്ക് സന്തോഷം കിട്ടി.